ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രഭാഷകന്റെ പുസ്തകം 18-ാം അധ്യായം 18-ാം തിരുവചനം. അവിടെ ഇപ്രകാരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു: ഭോഷൻ കൃതജ്ഞതയോടെ പഴി പറയും. ഹൃദയത്തിൽ നിന്ന് ഇല്ലാത്ത ദാനധർമ്മം അവൻ്റെ കണ്ണുകളുടെ തിളക്കം കെടുത്തും. വൈമനസ്യത്തോടെയുള്ള ദാനധർമ്മം. നമ്മൾക്ക് എല്ലാവരും കൊടുക്കുന്നു, ഞാനും കൊടുക്കണം എന്നുള്ള പഴിചാരലിൻ്റെ പേരിൽ നമ്മൾ കൊടുക്കുമ്പോൾ ആ ഒരു മനസ്ഥിതിയാണ് നമ്മുടെ മനസ്സിലുള്ളത് എങ്കിൽ അത് നമ്മുടെ കണ്ണുകളുടെ തിളക്കം കെടുത്തും. സ്നേഹമുള്ളവരെ, നമ്മൾ ഭോഷനെ പോലെ ആകാതിരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കണം. അവൻ കൃതജ്ഞതയോടെ പഴി പറയുവാൻ വെമ്പന് കൊണ്ട് നിൽക്കുകയാണ്. രണ്ടാമത് പറഞ്ഞ വൈമനസ്യത്തോടെയുള്ള ദാനധർമ്മം അവൻ്റെ കണ്ണുകളുടെ തിളക്കം കെടുത്തും. നമ്മുടെ കണ്ണുകളുടെ തിളക്കം കെട്ടുപോയിട്ടുണ്ടോ? നമ്മുടെ ചില മാർഗങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് സത്പ്രവൃത്തികൾ ചെയ്യുന്ന നല്ല മനുഷ്യരായി മാറുവാൻ നമുക്ക് ശ്രദ്ധിക്കാം. ദൈവം നമ്മളെ അവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.